സിനിമ കണ്ടിറങ്ങിയവരെല്ലാവരും മാധവ് സുരേഷിന്റെ നെഗറ്റീവ്സ് ആണ് പറഞ്ഞിറങ്ങിയത്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. അദ്ദേഹം ഒരു അമച്വർ ആക്ടറാണ്, അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. നമ്മൾ സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വെക്കുമ്പോഴാണ് ഇദ്ദേഹം പോരാ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഭിനയം പോരാ, ഇദ്ദേഹത്തിന് ആ ഒരു ഓറയുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അതേപക്ഷം ഇദ്ദേഹം സുരേഷ് ഗോപിയുടെ മകനല്ല, ഒരു സാധാ നടനാണെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നണം എന്നില്ല. അദ്ദേഹം ഒരു അമച്വർ നടനല്ലേ, അദ്ദേഹത്തിന് തെളിഞ്ഞു വരാനായിട്ടുള്ള സമയം നമുക്ക് കൊടുത്തൂടെ? സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ നെപ്പോ കിഡായി മുദ്ര കുത്തിയ ഒരാളാണ് മാധവ് സുരേഷ്. ഒരുപക്ഷെ പ്രേക്ഷകരെന്ന നിലയിൽ നമ്മൾ പൃഥ്വിരാജിനും പ്രണവ് മോഹൻലാലിനും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ദുൽഖർ സൽമാനും ഒക്കെ കൊടുത്ത പരിഗണന ഒരിക്കലും നമ്മൾ മാധവ് സുരേഷിന് കൊടുത്തിട്ടില്ല. ഒരു ന്യൂ കമ്മർ എന്ന നിലയിൽ അദ്ദേഹത്തിന് നമ്മൾ സമയം കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം നാളെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും, ശരിയാണല്ലോ അയാൾ പറയുന്നത്. മാധവ് സുരേഷിനോട് മാത്രം എന്താണ് മലയാളികൾക്ക് ഇത്ര ദേഷ്യം? ദുൽഖറിനോടും പ്രണവിനോടും അതുപോലെ ബാക്കി പൃഥ്വിരാജിനോടും ഒന്നും ഇതുപോലത്തെ ദേഷ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുൽഖർ ആണെങ്കിലും പ്രണവ് മോഹൻലാലാണെങ്കിലും പൃഥ്വിരാജാണെങ്കിലും, എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന മാധവ് സുരേഷിൻ്റെ വീട്ടിൽ തന്നെ വളർന്നിട്ടുള്ള ഗോകുൽ സുരേഷ് ആണെങ്കിലും, ഇവരെയൊക്കെ മലയാളികൾ വിലയിരുത്തുന്നതും അല്ലെങ്കിൽ മലയാളികൾ അവരെ ഇഷ്ടപ്പെട്ടതൊക്കെ അവരുടെ പ്രകടനങ്ങൾ കണ്ടിട്ടും അവരുടെ സിനിമകൾ കണ്ടിട്ടുമാണ്. ഇവരൊക്കെ സാധാരണഗതിയിൽ ഒരു സിനിമ വരുന്നു, ആ സിനിമ കാണുന്നു, ആ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ 1, 2, 3 സിനിമകളൊക്കെ ചെയ്തിട്ടാണ് ഈ പറയുന്ന നടന്മാരെയൊക്കെ മലയാളത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ മാധവ് സുരേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആദ്യത്തെ സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ ഈ മാധവ് സുരേഷ് ലൈം ലൈറ്റിലാണ്. അതല്ലെങ്കിൽ ഇൻ്റർവ്യൂസും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആക്റ്റീവായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിൻ്റെയും പ്രൊമോഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മാധവ് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന് സംസാരിക്കുകയും ആൾക്കാരായിട്ട് ഇൻ്ററാക്ട് ചെയ്യുകയും ചെയ്തു. ഈ മാധവ് സുരേഷിനോട് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള എതിർപ്പ് മാധവ് സുരേഷിൻ്റെ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയം മോശമായതുകൊണ്ടോ സുരേഷ് ഗോപിയുടെ റേഞ്ചിൽ വരാത്തതുകൊണ്ടോ ഉണ്ടായതല്ല. ഈ മാധവ് സുരേഷ് തന്നെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിച്ച് ആ സംസാരിക്കുന്ന ടോണും സംസാരിക്കുന്ന കാര്യങ്ങളും അത്രയും വലിയ ജാടയിലും കാര്യമായിട്ടൊക്കെ സംസാരിച്ചിട്ട് മാധവ് സുരേഷിൻ്റേതായിട്ട് പുറത്തു വരുന്ന പ്രോഡക്റ്റിൽ ഈ ഡയലോഗടിയുടെയും ഈ ഇൻ്റർവ്യൂവിൽ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിൻ്റെയും ഇംഗ്ലീഷ് സംസാരത്തിൻ്റെയും 100-1 പോലും കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മലയാളികൾ മാധവ് സുരേഷിനെ എടുത്തിട്ട് കൊടുക്കുന്നത്. സുരേഷ് ഗോപിയോടുള്ള ഹെയ്റ്റിൻ്റെ ഭാഗമായിട്ട് മാധവ് സുരേഷിനെ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും സുരേഷ് ഗോപിയുടെ മൂത്ത മകനായിട്ടുള്ള ഗോകുൽ സുരേഷിന് ഈ സാധനം വന്നിട്ടില്ലല്ലോ. ഗോകുൽ സുരേഷ് വരുന്ന സമയത്തും ഇതേപോലെ സുരേഷ് ഗോപിയുടെ മകനായിട്ട് തന്നെ വന്നതല്ലേ. ഗോകുൽ സുരേഷിന് ഒരു കാലത്തും ആളുകൾ വെറുക്കുകയോ ഇതേപോലെ ടാർഗറ്റ് ചെയ്യുകയോ വിമർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മാധവ് സുരേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത്രയും വലിയ ലഡാങ്ക് ഡയലോഗ് അടിച്ചിട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ആദ്യമായിട്ടൊരു സിനിമ റിലീസാവുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ വന്നിരുന്ന് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അയാളുടെ സിനിമയിലും ഇതേ പെർഫോമൻസ് പ്രതീക്ഷിക്കും. ഈ ഡയലോഗ് അടിയും അയാളുടെ സിനിമയും അതിലെ പെർഫോമൻസും തമ്മിൽ മാച്ച് ആവാത്തതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നത്. അല്ല, പൃഥ്വിരാജിനോട് ഇതേപോലെ മലയാളികൾക്കൊരു വെറുപ്പും ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിട്ടുള്ള സമയമുണ്ട്. അതാണെങ്കിലും പൃഥ്വിരാജിൻ്റെ 1, 2, 3, 4 ഒക്കെ സിനിമ കഴിഞ്ഞ് പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ശേഷമാണ് മലയാളികൾ പൃഥ്വിരാജിനോടൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതും കല്യാണത്തിന് ശേഷം ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന മമ്മൂട്ടിയും മോഹൻലാലും അഭിനയം നിർത്താറായി, ഇനി ഇതുപോലത്തെ ക്യാരക്ടറുകൾ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ മലയാളികളുടെ ഏറ്റവും കോറായിട്ടുള്ള സബ്ജക്റ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് പൃഥ്വിരാജിന് അന്നത്തെ കാലത്ത് അത്രയും വലിയ ഹെയ്റ്റ് നേരിടേണ്ടി വന്നത്. സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടിയ ശേഷം പൃഥ്വിരാജ് അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോലും മലയാളികൾ അതൊന്നും അംഗീകരിച്ചിട്ടോ അല്ലെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞത് ശരിയാണെന്നോ അന്നത്തെ കാലത്ത് അംഗീകരിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു സിനിമ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞിട്ടുള്ള ഏക സിനിമ ചെയ്ത ശേഷം ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഇമാതിരി ബഡായി വിട്ട് കഴിഞ്ഞാൽ മലയാളികൾ പിന്നെ കേട്ടോണ്ടിരിക്കുമോ, എടുത്തുടുക്കും. ഇനി ഫഹദൊക്കെ പോയതുപോലെ തിരിച്ചു പോയി അഭിനയമൊക്കെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഉൾക്കൊള്ളും എന്നുള്ളതല്ലാതെ സുരേഷ് ഗോപിയുടെ മകനാണ്, സൂപ്പർ സ്റ്റാറിൻ്റെ മകനാണ്, ഭാവിയിൽ എന്നെ സൂപ്പർ സ്റ്റാർ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ ഇന്നത്തെ കാലത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നതിനേക്കാൾ മോശമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ തനി സൂപ്പർ സ്റ്റാറായി മാറാനുള്ള മാജിക് ഒന്നും മലയാളികൾ ആരോടും കാണിച്ചതായിട്ട് അറിയുന്നില്ല. തമിഴ്നാട്ടിൽ പോലും നടക്കില്ല ആ പരിപാടി, പിന്നെയല്ലേ കേരളത്തിൽ. അപ്പോൾ മലയാളികൾ വെറുതെ അങ്ങോട്ട് ആരെയും വെറുക്കുകയൊന്നുമില്ല. ഇതിപ്പോൾ മാധവ് സുരേഷിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള കാരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ചെമ്പ് ரொம்ப അടി വാങ്ങരുത്.